ഹായ് ഫ്രണ്ട്സ്, ആർക്കും ഡിഫിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരും പേടിക്കേണ്ട, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നുമല്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് വെറൈറ്റിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും സക്സസ് ആയ വീഡിയോസ് ആയിരിക്കും. അതായത് സക്സസ് ആയതിന് ശേഷമായിരിക്കും നമ്മൾ ഇൻട്രോം ഔട്ട്രോം തംബ്നെയിലൊക്കെ എടുത്തിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെയല്ല. സംഭവം സക്സസ് ആവുന്ന ഒരു പിടുത്തമില്ല, പൊട്ടത്തരാണോന്ന് അറിയോ ഇല്ല. അതായത് ഒരു 100 എണ്ണം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 98-99% അത് ഫെയിൽ ആവാനാ ചാൻസ്. ചിലപ്പോൾ അത്ര പ്രൊജക്റ്റ് ഫെയിൽ ആയി പോവാം. ആ സക്സസ് ആയ 1-2 പ്രൊജക്റ്റ് മാത്രമാണ് നമ്മളെടുത്ത് യൂട്യൂബിൽ ഇടുന്നത്. പക്ഷേ അതിൻ്റെ ബാക്കിൽ സക്സസ് ആവാത്തതും പല പല കാര്യങ്ങൾ പഠിപ്പിച്ചതും സ്കില്ലിട്ടൊക്കെ പല പല സാധനങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലപ്പോൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, അടിച്ചു പോയിട്ട് അങ്ങനെ പല പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു, നീ അതുകൂടി അപ്ലോഡ് ചെയ്യാൻ. അതായത് യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു ഇത്ര അരി എടുത്തിട്ട് അതിൽ എത്ര അരിമണി ഉണ്ടെന്ന് തന്നെയാൽ അതിന് മില്യൺ കണക്കിന് വ്യൂ, ഒരു ബക്കറ്റിൽ എത്ര വെള്ളം ഉണ്ടെന്ന് കപ്പുകൊണ്ട് കുരു ഒഴിച്ചാൽ അതിന് മില്യൺ കണക്കിന് വ്യൂ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത്, ഞാൻ ഒരൊറ്റ വീഡിയോ സക്സസ് ആക്കി എടുക്കാൻ, ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കാനൊക്കെ 1-2 ആഴ്ചയൊക്കെ പിടിക്കും. അപ്പോൾ കുറേ സക്സസ് ആവാത്ത സാധനങ്ങൾ തന്നെയുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറേ സാധനങ്ങൾ പഠിക്കാൻ പറ്റും, കുറേ സ്കില്ലൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും പേര് പറഞ്ഞു, പ്ലസ് ഇങ്ങനത്തെ കുറേ ചുമ്മാ അരിമണിയൊക്കെ പറക്കി വെച്ച് മില്യൺ കണക്കിന് വ്യൂ ഒക്കെ കിട്ടണുണ്ട്. അപ്പോൾ ഞാൻ വെച്ചു, എന്നാൽ നമുക്കും അങ്ങോട്ട് ചെയ്തേക്കാമെന്ന്. ഞാനിപ്പോൾ കുളിച്ചിട്ട് പോലും ഇല്ല കേട്ടോ, രാവിലെ എണീറ്റിട്ടുള്ളൂ, തലമുടിയൊക്കെ ഇരിക്കണുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പഴയ കീബോർഡൊക്കെ കണ്ടല്ലേ, അതിൻ്റെ പോർട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് എന്തോ PS2 അതെ, ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അങ്ങനത്തെ പോർട്ടാണ്. നമ്മൾ ഈ ഒരു പോർട്ടിനെ USB ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡിഫറൻസ് ഉണ്ടാവും, വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാവും. അതൊന്നും നമ്മളങ്ങനെ നോക്കണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. ചിലപ്പോൾ കുത്തുമ്പോൾ തന്നെ ലാപ്ടോപ്പ് അടിച്ചു പോകും, ചിലപ്പോൾ ഒക്കെ കൂടി കത്തിക്കരിഞ്ഞിരിക്കും. സോ ഒന്നും അറിയില്ല, നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുക. നമുക്ക് നോക്കി നോക്കാം സംഭവം സെറ്റാക്കാൻ പറ്റുമില്ലേന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ചുമ്മാ അരിമണിയൊന്നും പറക്കി വെച്ച് ലൈക്ക് ഇട്ടാൽ നോക്കുന്നതല്ല. എല്ലാവരും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇത് വർക്കൗട്ട് ആവാൻ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. പിന്നെ അടിപൊളി ഇന്നോവേറ്റീവ് സാധനങ്ങൾ ഈ അടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു ബ്രേക്കിൽ ഇടുന്നത്. അടിപൊളി കിണങ്ങാച്ച സാധനങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കീബോർഡ് തുറന്നിട്ട് നിറച്ച് സ്ക്രൂവും പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതാണ് തുറക്കണം കാണിക്കാണ്ടിരുന്നേ. ഇതേപോലത്തെ ഒരു ഷീറ്റ് ഉണ്ട്, പിന്നെ സൈഡിൽ അതേപോലത്തെ ചെറിയൊരു സർക്യൂട്ട് ബോർഡ് ഉണ്ട് കേട്ടോ. ശരിക്കും ഈ കീബോർഡ് വർക്കിംഗ് ആണോന്നൊന്നും എനിക്കറിയില്ല, കാരണം എന്നെക്കാളും പഴക്കമുണ്ട് ഇതിന്. അതായത് ഇവിടെ പഴയൊരു കമ്പ്യൂട്ടർ ഉണ്ടായി, അതൊക്കെ ഞാൻ പണ്ടേ പൊട്ടിച്ചിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഇവിടെ നിന്നൊക്കെയോ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. ഇതിൻ്റെ ആ ഒരു USB ടൈപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കുത്തി വർക്കിംഗ് ആണോന്ന് എനിക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വെള്ള സംഭവമാണ്. നമ്മൾ ഓരോ ബട്ടൺ ഞെക്കുമ്പോഴും ഇത് ഞെങ്ങിയിട്ടാണ് കറക്റ്റ് ആ ഒരു മെറ്റൽ കോണ്ടാക്റ്റിൽ ഇത് ഞെക്കി കോണ്ടാക്റ്റ് വരെയും ആ ഒരു ബട്ടൺ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് ശരിക്കും റോക്കോളം ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സ്വിച്ചിനും ഓരോ ഇങ്ങനെ 2 വയർ വെച്ച് കുറേ ആവും. ഇത് കണ്ടില്ല, ഇതാണ് മെയിൻ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ്. അതായത് ഇതിൻ്റെ ആ ഒരു പിന്നുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് അതിൻ്റെ ഡാറ്റയൊക്കെ കൊടുക്കാൻ ശരിക്കും റോക്കോളം സെറ്റപ്പിലാണ് ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണേ. അതായത് ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഷീറ്റ്, അതിൽ ഫസ്റ്റ് ലെയർ ഒരു കണ്ടക്റ്റീവ് ലെയറാണ്, പിന്നെ ഒരു ചുമ്മാ ഒരു ഷീറ്റ് ഹോളുള്ള ഒരു ഷീറ്റ് ഉണ്ട്, പിന്നെ വീണ്ടും കണ്ടക്റ്റീവ് ലെയറാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടക്റ്റീവ് ലെയറാണ് നമ്മളെ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ വെള്ള സാധനം അവിടെ ഞെക്കുക. എന്നിട്ട് ആ ഒരു സാധനമാണ് ആ ഒരു നടുക്കത്തെ ലെയറിൻ്റെ ഓട്ടയിൽ കൂടെ ഞെങ്ങി നമ്മുടെ 3ാമത്തെ ലെയറിലേക്ക് എത്തുക. അങ്ങനെ അതിൻ്റെ സെറ്റപ്പൊക്കെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പഴയ ടൈപ്പ് സ്ലോട്ട്, PS2 അങ്ങനെയൊക്കെ പറയും. ഇതെപ്പോഴും വായിൽ PS4 എന്നാണ് വരുന്നത്. കണ്ട ഈ ഒരു റബ്ബറിൻ്റെ സാധനമാണ്. നമ്മൾ ഓരോ ബട്ടൺ ഞെക്കുമ്പോഴും അതിൻ്റെ നടുക്കത്തെ ചെറിയൊരു മുഴ പോലത്തെ സാധനം നമ്മൾ ആദ്യത്തെ കണ്ടക്റ്റീവ് ലെയറുള്ള ഷീറ്റ് ഞെക്കും. അതായത് ആ ഒരു ഷീറ്റിൽ ഡോട്ട് പോലെ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ സ്വിച്ചുള്ള പാട്ടാണ് ഡോട്ട്. ഈ ഒരു ഡോട്ട് ഉള്ള ഷീറ്റിൻ്റെ അടിയിൽ ഒരു ഹോളുള്ള ഒരു ഷീറ്റ് ഉണ്ട്. അതായത് ആ ഡോട്ടിൻ്റെ അവിടെ മാത്രം ഹോളുള്ളത്, പിന്നെ വീണ്ടും ഈ ഒരു ഡോട്ട് ഷീറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെയും അവസാനത്തെയും ആ ഒരു ഡോട്ട് തമ്മിൽ ഞെക്കുമ്പോഴാണ് ആ ഒരു റോക്കോളം സെറ്റപ്പിൽ ഡാറ്റ രജിസ്റ്റർ ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞെക്കുമ്പോൾ ഈ ഒരു വെള്ള സാധനത്തിൽ നടുക്ക് ചെറിയൊരു ബോൾ പോലെ കാണാം കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് പൊടി പിടിച്ച് കിടക്കാണ്ട്, ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസും കോളമായിട്ടായിരിക്കും നമ്മൾ ഈ സാധനം ഡിസൈൻ ചെയ്തൊക്കെ. എല്ലാം അതുപോലെ തന്നെ ആവണമെന്നല്ല, എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഞാൻ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് പഴയ മോണിറ്റർ. ഇത് കേടായിരിക്കുന്നു, എന്തൊക്കെയോ ചെയ്ത് റെഡിയാക്കി അതിനടുത്താണ് ഇത് ലാപ്ടോപ്പിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പാണ് എനിക്കിതും കിട്ടിയത് കേട്ടോ. നമുക്ക് ആദ്യം ഈ ഒരു വയറിനെ കണ്ട കുറേ ഓട്ടകൾ പോലെ കാണുന്നുണ്ട്, ശരിക്കും കുത്താനുള്ള സോക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തേക്കണതാണ്. ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ആ കാണുന്ന USB ഉണ്ടോ, USBയുടെ ആദ്യത്തെ പോസിറ്റീവ്, പിന്നെ ഡാറ്റ പ്ലസ് ഡാറ്റ മൈനസ് അങ്ങനെയാണ് കാണുക. അതായത് ഡാറ്റ പ്ലസ് ഡാറ്റ മൈനസ് പിന്നുകളാണ് ഏറ്റവും സെൻറ്ററിൽ തന്നെ, അറ്റത്തെ 2 നെഗറ്റീവ് പോസിറ്റീവ് വന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവം. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം വേണമെങ്കിൽ അതിൽ പറയാം. അതായത് അതിൻ്റെ ഒരു ലെയറുമേ കണ്ടിന്യൂസ് ആയിട്ട് 3 വോൾട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ആ ഏതെങ്കിലും ഒരു ലെയർ അടിയിലത്തെ ലെയറായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അത് ഏത് റോ ആണ് ഏത് കോളാന്ന് വെച്ചിട്ടാണ് കറക്റ്റായിട്ട് ഏത് പിന്നെ നമ്മൾ ഞെക്കിയെന്നൊക്കെ അറിയാം കേട്ടോ. ഈ മോണിറ്ററൊക്കെ നിറച്ച് വരെയാണ്, നടുക്കൊക്കെ എന്തോ ഒരുമാതിരി മഞ്ഞടിച്ച ഒരു ഫീലൊക്കെയാണ് കേട്ടോ.
ഇതിപ്പോൾ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയറ് നമ്മൾ എങ്ങനെയാണ് ഊരിയെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ഇങ്ങനെയാണോ ഇത് ഇരുന്നിരുന്നത് അതോ തല തിരിച്ച് ഇങ്ങനെയാണോ ഇരുന്നിരുന്നത് ഒരു പിടുത്തമില്ല. എന്തായാലും സംഭവം കൊള്ളായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലുമൊക്കെ നടക്കാണ്ടിരിക്കില്ല, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയെങ്കിലും ഉണ്ടാവില്ലേ, എന്തെങ്കിലും കത്തല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ തൽക്കാലം ഇതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ആ ലൈറ്റുകളാണ് ക്യാപ്സ് ലോക്കിൻ്റെ ഓണാവണതിൻ്റെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഈ 20 എന്നിട്ട് നമുക്ക് 20 വോൾട്ട് വരെ അളക്കാൻ പറ്റും DC. നമ്മളിത് ആ ഒരു സ്പീക്കറിൻ്റെ പടവുകളാണ് കണ്ടിന്യൂറ്റി നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തൊടുമ്പം കൊച്ചേക്കും. ഇപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഒച്ച മ്യൂട്ടഡാണ്, റെക്കോർഡിങ്ങിലാണ് ഇതൊക്കെ പറയണേ. അതുകൊണ്ട് ആ ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റില്ല. നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവം, അതായത് ആ ഒരു സോക്കറ്റിൻ്റെ ആ പുറത്തേക്ക് നിൽക്കുന്ന ആ ഓരോ ടെർമിനലുമേ നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി ആ ഒരു പ്രോബ് വെച്ചിട്ട് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അതായത് ആ ഒരു ജമ്പർ വയറിൻ്റെ അറ്റത്തും നമ്മളൊരു പ്രോബ് വയ്ക്കും, പിന്നെ ഈ ഒരു സോക്കറ്റിൻ്റെ അറ്റത്തും ഓരോ പ്രോബ് വയ്ക്കും. അങ്ങനെ ഓരോ പോയിൻറ്റുകളും ആ ജമ്പർ വയറിൽ എവിടെയാണ്, ഏത് കളർ ജമ്പർ വയറാണ്, ഏത് പോയിൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് മാപ്പ് ചെയ്തെടുക്കുക കേട്ടോ ബുക്കിൽ. നേരത്തെ കുറച്ച് സർക്യൂട്ട് പ്രകാരമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ പിന്നുകൾ ഏതൊക്കെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇതുപോലെ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ചെയ്യുന്നത്. ശരിയാവണമെന്നോ ഒന്നും ഒരു ഇതുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ സംഭവമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പണിയുണ്ട്. നമ്മൾ ഈ ഒരു കീബോർഡിൻ്റെ റോക്കോളം സെറ്റപ്പ് വെച്ചിട്ട് വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നി. അതുകൊണ്ടാണ് അത് വെച്ചിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ അതൊക്കെ മാപ്പ് ചെയ്ത് ഏത് കളർ എവിടെയൊക്കെയാണ് മാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച പാടുണ്ടല്ലോ, അതായത് USB ഈ ഒരു സാധനം കണക്ട് ചെയ്യുന്നത് അതേപോലെയാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ആ വയറുകളൊക്കെ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂറ്റി വെച്ച് നോക്കി കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് വയർ ഏതൊക്കെയാണ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു USB പൊളിച്ചെടുത്താണ്. ഇനി ആ വയറുകളൊക്കെ USB വേണം സോൾവ് ചെയ്ത് വയ്ക്കാൻ. പൊളിച്ചെടുത്തപ്പോൾ നല്ല രീതിക്ക് ഞാൻ കഷ്ടപ്പെട്ടു. അപ്പോൾ ഡാമേജ് ആയെന്ന് അറിയില്ല. ഇപ്പോൾ പവർ മാത്രം ഡാമേജ് ആണോ അല്ലയോ നമുക്ക് നോക്കാൻ പറ്റും. ഇതിലൊരു പവർ ബാങ്ക് കുത്തിയിട്ട് അവിടെ 5 വോൾട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി ഡാറ്റ പ്ലസ് ഡാറ്റ മൈനസും കിട്ടും. ഇതേപോലത്തെ ഒരു USB ഫീമെയിൽ വെച്ചിട്ട് ആ ഡാറ്റ പ്ലസ് ഡാറ്റ മൈനസിലും കൂടി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ അതും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാം. ഇപ്പോൾ തൽക്കാലം ഞാൻ 2 പിന്നേ നോക്കണുള്ളൂ. കറക്റ്റായിട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു സാധനം കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഡയറക്റ്റായിട്ട് പിടിപ്പിക്കാം. ഞാൻ കട്ട് ചെയ്യേണ്ടെന്ന് വെച്ചാണ്, പക്ഷേ ഒരു ലെങ്ത്ത് പ്രശ്നമാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കളറൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിൻ്റെ അറ്റത്ത് നമ്മൾ നോക്കിയിട്ട് ആ ഒരു ജമ്പറിൻ്റെ കളർ ഏതാണ് കറക്റ്റ് കണ്ടിന്യൂറ്റി നമ്മൾ നോക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല ടാസ്ക്കാണ് ഇതൊന്ന് പൊളിച്ചെടുക്കാൻ. നമുക്ക് പൊളിച്ചൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാപ്പ് ചെയ്ത അതേ കളറുകളാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. വേണ്ടാന്ന് തോന്നിയൊരു വയറാണ്, ചുമ്മാ ഇതേപോലെ സ്ലീവ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് വേണ്ട വയറുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അതൊന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് കറക്റ്റ് നമ്മൾ ആ ബുക്കിൽ വരച്ച പോലെ ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലാണ് സോൾഡർ ചെയ്യാൻ പോണേ. ആദ്യം തന്നെ കുറച്ച് ആ ഒരു സോൾഡറിങ് പേസ്റ്റ് അപ്ലൈ ചെയ്യുകയാണേ. ഇത് സോൾഡറിങ് പേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്കും ഇതുപോലെ സിറഞ്ചിലാക്കി വെക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ പേസ്റ്റിൽ എന്തെങ്കിലും വീഴും, പേസ്റ്റ് ചിലപ്പോൾ മറിഞ്ഞൊക്കെ വീഴും. അപ്പോൾ ഇതുപോലെ സിറഞ്ചിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം നേരത്തെ ഇതുപോലെ ഞെക്കി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് അതിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക. കൂടിയോണ്ട് നമ്മൾ ഇത്തിരി ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ, കുറച്ച് റബ്ബും കൂടി ചെയ്തെടുത്താണ്. പക്ഷേ മൊത്തത്തിൽ കൊളായി, അതാകെ കൂടി പിടിച്ച് കൊളായുണ്ട്. അവിടെ ഓൾറെഡി ഉരുകി പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് നടക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ USB ഉണ്ട് എൻ്റെ കയ്യിൽ, അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല USB ആണ്. നമ്മളപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗൂഗിളിൽ നേരെ പോയിട്ട് ഇതിൻ്റെ കളർ ഡയഗ്രം എടുക്കാൻ പോവുകയാണ്. അതായത് USBയുടെ ഡയഗ്രം, ഓരോ കളർ ഏതൊക്കെയാണ്, ഏതാണ് പോസിറ്റീവ് നെഗറ്റീവ് കറക്റ്റ് എടുത്തിട്ട് നമ്മൾ ആ USB കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കാനാണ് നമ്മുടെ പ്ലാൻ. നമ്മൾ ഗൂഗിളിൽ തപ്പി ലാസ്റ്റ് ഒരു പടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോണേ. നല്ല വയറാണ് കേട്ടോ. ഇത് എനിക്ക് ഒട്ടും താല്പര്യമില്ല കട്ട് ചെയ്യാൻ, എന്നാലും ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. ഇനി അങ്ങനെ ഇത് റെഡി ആയില്ലെങ്കിലും ഇത് നമുക്ക് പല പ്രൊജക്റ്റിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. കാരണം ഇതൊരുമാതിരി ചപ്പാത്തി രീതിക്ക് ഇരിക്കണേ. നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുത്ത് നോക്കാം. ശടാ, ഇത് ഇങ്ങനൊന്നും അല്ലടാ. ഇത് ഗൂഗിളിൽ കാണിച്ച വേറെ, ഇത് കിട്ടിയത് വേറെ. അടിപൊളി. എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയ വയർ ആയിട്ട് എടുക്കണോണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടില്ലാന്ന്. നമുക്ക് വീണ്ടും പണിയായി. പക്ഷേ വിട്ടെടുക്കുക ഉദ്ദേശമില്ല, കാരണം നല്ലൊരു വയർ കട്ട് ചെയ്താണ്. ഇപ്പോൾ വേറെ കട്ട് ചെയ്യാനുള്ള നമ്മൾ ഇതിൽ നിന്ന് ഇതുപോലെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ ഒരു സോൾഡറും കൂടി ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സോൾഡറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പഴയ പോലെ തന്നെ സെയിം. അതായത് ജസ്റ്റ് ആ ഒരു ഡയഗ്രത്തിൽ കാണിച്ച പോലെ തന്നെ ഏറ്റവും അറ്റത്ത് പോസിറ്റീവ്, അപ്പുറത്ത് നെഗറ്റീവ്, നടുക്ക് ഡാറ്റ പ്ലസ് ഡാറ്റ മൈനസ്, ആ ബുക്കിലൊക്കെ കാണിച്ച പോലെ തന്നെ.
സംഭവം ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചപ്പോഴേക്കും എന്തേ കണ്ടാ താഴത്തൊക്കെ വയ്ക്കുമ്പോൾ നല്ല രീതിക്ക് ഇത് ചാടി കളിക്കുന്നുണ്ട് ഒരു റബ്ബറിൻ്റെ ഉഷൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ പൊടിയൊക്കെ ഫുൾ തുടച്ചെടുക്കണം കേട്ടോ. നല്ല പൊടിയുണ്ട് ഇത്. നമുക്ക് ആദ്യം ടേപ്പ് വെച്ച് ഇങ്ങനെ പൊക്കി വെക്കാമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി തുടച്ചിട്ട് വീണ്ടും വെക്കുമ്പോൾ പൊങ്ങി തന്നെ ഇരിക്കും. അല്ലെങ്കിൽ കറക്റ്റായിട്ട് അടിയിലേക്ക് ഇരുന്നുള്ളൂ കേട്ടോ. പൊടി തുടയ്ക്കൽ എൻ്റെ പൊന്നെ ഒരുമാതിരി നല്ല പണിയാണത്. നമുക്ക് എന്തായാലും ഒന്ന് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒന്ന് എടുക്കാം. എല്ലാവരും ഇപ്പം തന്നെ മാക്സിമം പോയിട്ട് ലൈക്ക് കൂടി ചെയ്തേക്കാം. പിന്നെ ഇപ്പം തന്നെ എന്തായാലും നിങ്ങൾ ഒരു കമൻറ്റ് ഇട്ടേക്കാം. നിങ്ങളുടെ ഒരു കമൻറ്റ് അതെനിക്ക് വേണം. ഇത് ഇപ്പം തന്നെ പോയി ഒരു കമൻറ്റ് ഇട്ടേക്കാം. പിന്നെ നമ്മുടെ ഷെയർ ബട്ടൺ ഞെക്കിയിട്ട് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ വച്ചൊന്ന് കൊടുക്കണേ. ഓരോന്നോരോന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെക്കാൻ നല്ല രീതിക്ക് പണിയുണ്ടേ. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്. ചുമ്മാ ഒരു കുറച്ച് അരിയൊക്കെ എടുത്ത് തന്നെ അല്ലെങ്കിൽ വെള്ളം മുക്കി ഒഴിച്ചിട്ടൊന്നുമല്ല. നല്ല രീതിക്ക് കഷ്ടപ്പെടുന്നുണ്ട്. അതും വേറൊരു വെറൈറ്റി സാധനം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണേ. അപ്പോൾ നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പുറത്ത് മാത്രം ക്ലീൻ ചെയ്യണമല്ല, ഞാൻ ഉള്ളിലും കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതായത് 3 ലെയറാണ്. ആദ്യത്തെ ഒരു കണ്ടക്റ്റീവ് പ്ലേറ്റ്, പിന്നെ ഒരു നോർമൽ ഓട്ടയുള്ള പ്ലേറ്റ്, പിന്നെ അതിൻ്റെ അടിയിൽ വീണ്ടും കണ്ടക്റ്റീവ് പ്ലേറ്റ്. നമ്മൾ ആ 3 നല്ലേക്ക് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡ് അവിടെ പതുക്കെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൽ സ്ക്രാച്ച് അങ്ങനെയൊന്നും വീഴ്ത്തരുത്, കറക്റ്റായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ പ്ലേറ്റ് കറക്റ്റായിട്ട് വയ്ക്കാം കേട്ടോ. അതായത് ആ റബ്ബർ ബുഷിൻ്റെ ആ ഡോട്ട് പോലെയുള്ള സ്ഥലത്ത് വേണം നമ്മുടെ ഈ ഒരു പ്ലേറ്റിൻ്റെ ആ ഒരു സർക്യൂട്ടിൽ ഡോട്ട് പോലെ ഇത്തിരി കടുപ്പത്തിലൊരു ഭാഗം കാണും അവിടെ വരേണ്ടത്. നമുക്കപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് സ്ക്രൂ ഒക്കെ ചെയ്തൊന്ന് എടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ഒരബദ്ധം പറ്റിപ്പോയി. നമ്മളതിൽ വേറൊരു സംഭവം വയ്ക്കാൻ മറന്നു. അതാണ് വീണ്ടും നമ്മൾ തുറന്നു കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡിൽ കുറേ ലോക്കൊക്കെ പോലെയുണ്ട്. നമുക്ക് ആദ്യം ലോക്കൽ സാധനമൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം അത് അടയ്ക്കാൻ. പക്ഷേ വീണ്ടും ഒരു കാര്യം കൂടി മറന്നുപോയി. ഈ ഒരു സംഭവമാണ് മെയിൻ സാധനം. അതായത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലെയറിൻ്റെ കണ്ടക്റ്റീവ് ലെയർസിനെ കറക്റ്റായിട്ട് ആ ബോർഡിലേക്ക് പിടിച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ സ്ക്രൂ ഉണ്ട്, പക്ഷേ ആ ഒരു മോൾ ഭാഗം അടച്ചതിന് ശേഷമാണ് നമ്മൾ ആ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ. നമുക്കൊന്നുകൂടി ടൈറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാം. എൻ്റെ പൊന്നെ ചറവറ സ്ക്രൂ ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ USB കുത്തി വെക്കാൻ പോവാണ്. USB ഗ്ലൂ ഒന്നും ചെയ്ത് മര്യാദയ്ക്ക് വെച്ചിട്ടില്ല. വർക്കാവാൻ നോക്കണം, കുത്തി വെക്കാം. സംഭവം കുത്തിയപ്പോൾ തന്നെ ഒച്ചയായിട്ടുണ്ട്. പിന്നെ ആ ഒരു കീബോർഡിൽ ലൈറ്റ് കൂടി കത്തിയുണ്ട് കേട്ടോ. പക്ഷേ ടൈപ്പൊന്നും ചെയ്തിട്ടൊന്നും മഞ്ഞില്ല. നമ്മൾ നോട്ട് പാഡ് ഒന്ന് എടുത്ത് നോക്കി നോക്കാം. നോട്ട് പാഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. അതിൽ ടൈപ്പ് ചെയ്തിട്ടൊന്നും മഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷേ ലാപ്പിൻ്റെ കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സെറ്റിങ്സ് പോയി കീബോർഡൊക്കെ മാറ്റി നോക്കി. കുത്തുമ്പോൾ അങ്ങോട്ട് ലൈറ്റ് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുത്തുമ്പോൾ കണ്ടാ അവിടെ ലൈറ്റൊന്ന് മിന്നിയിട്ട് പോയി. തോന്നുന്നു പവർ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. സംഭവം എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. മാത്രമല്ല ഈ കീബോർഡ് വർക്കിംഗ് ആണോന്നും നമുക്ക് ആദ്യം തന്നെ അറിയാൻ പറ്റിയില്ല. കുറേ നോക്കിയത് പോലത്തെ പഴയ ടൈപ്പ് കീബോർഡ് കുത്താൻ പറ്റുന്ന അങ്ങനത്തെ സിസ്റ്റം ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. നമ്മൾ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കി, വർക്ക് ചെയ്തില്ല. ചുമ്മാ 12 വോൾട്ടൊന്നും കൊടുത്തു നോക്കാം, അടിച്ചു പോകുന്നൊക്കെ നോക്കാം കേട്ടോ. 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല, ചുമ്മാ കൊടുക്കാം. ഇത് കത്തിയില്ലോ. പക്ഷേ ഇപ്പോൾ ഒരു കത്തണ ലൈറ്റ് എനിക്ക് അത്ര പന്തികേടായിട്ട് തോന്നണില്ല. അടിച്ചു പോകാൻ പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കളറൊക്കെ മാറിയേണ്ട കത്തുന്നത്. ചിലപ്പോൾ അടിച്ച് ഓരോന്നോരോന്ന് അടിച്ചു പോയി തുടങ്ങും. അടിപൊളി. ഇതേ ഒരെണ്ണം പോയിട്ടുണ്ട്. ഇതേ രണ്ടാമത്തെയും പോയി. അടിച്ച സാധനം വീണ്ടും വന്നാ. അപ്പോൾ എന്തായാലും സംഭവം കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്തായാലും സക്സസ് ആയില്ല. അതുപോലത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ശരിയാവണം കേട്ടോ. നിങ്ങളിപ്പോൾ ഈ ഒരെണ്ണം മാത്രമേ കാണുള്ളൂ എന്നുള്ളൂ. ഇതിനേക്കാളും കിണ്ണം കാച്ചി കുറേ യൂണീക്ക് സാധനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ വരും കേട്ടോ. അതൊക്കെ കിട്ടാനായിട്ട് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സംഭവം അങ്ങനെ പരാജയപ്പെട്ടു പോയി. സംഭവം പ്രശ്നമില്ല. ഇത് തുറന്നപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നിങ്ങൾക്കും എന്തെങ്കിലും മനസ്സിലായെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് കുറേ സാധനങ്ങൾ, ഇതിൻ്റെ റോ കോളം സെറ്റപ്പ് ആയാലും അല്ലെങ്കിൽ കണക്ഷൻസ് ആയാലും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഇനി ഒരു 3-4 വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റും.
സംഭവം അടിച്ചു പോയി, എന്തെങ്കിലും വോൾട്ടേജിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതെന്തുകൊണ്ട് അടിച്ചു എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തൊരു കീബോർഡ് ആയിരുന്നുണ്ടാവണം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വർക്കാവേണ്ടായത്. ലാപ്ടോപ്പിനൊന്നും എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ചുമ്മാ വെള്ളമൊക്കെ കോരി അരിമണിയൊക്കെ പറക്കി വെച്ച് മില്യൺ കണക്കിന് വ്യൂ ഇടുന്ന ആൾക്കാരെയൊക്കെ പോലെ തന്നെ നമുക്കും നല്ല ലൈക്കും സപ്പോർട്ടൊക്കെ തരിക. പിന്നെ ഇത് എന്തുകൊണ്ട് കേടായി എന്നുള്ള കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഇതേപോലത്തെ റിപ്പയറിങ് വേണോ അതോ പഴയ പോലെ തന്നെ വീഡിയോസ് മതിയൊന്നും താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. ഇറ്റ്സ് മീ ദേവനാരായണനോടൊപ്പം കീബോർഡ്, നമ്മുടെ ഫോണ്, ട്രൈപോഡ്, മൈക്ക്, സൈനിങ് ഓഫ്.